CPIM പേരാമ്പ്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പേരാമ്പ്രയിൽ പ്രകടനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം രഹന സബീന, KV കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. VK പ്രമോദ് സ്വാഗതം പറഞ്ഞു. മുൻ MLA K കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ചു. EP കുഞ്ഞനന്ദൻ, CK അശോകൻ, KP രവീന്ദ്രൻ, MK നളിനി, KK ഹനീഫ, P പ്രസന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരാളാണ് സഖാവ് VS അച്യുതാനന്ദൻ. 30കളിൽ രൂപീകരിക്കപ്പെട്ട കാലത്ത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന എക്കാലത്തെയും സഖാക്കളുടെ സഖാവായി സഖാവ് VS പിന്നീട് ഇങ്ങോട്ടുള്ള തന്റെ ജീവിതം മുഴുവൻ ഒരുപക്ഷെ 10-16 വയസ്സ് മുതൽ ഇങ്ങോട്ട് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒട്ടേറെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. പൊതുയോഗം ഉദ്ഘാടിക്കാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി അവരോട് ആശയവിനിമയം നടത്തി ഒരു വലിയ പോരാട്ടമാണ് VS-നെ പോലുള്ള സഖാക്കൾ ആ കാലത്ത് നടത്തിയത്. VS-ന്റെ പ്രസംഗത്തിലെ നീട്ടലും കുറുക്കലും എല്ലാം ഈ ഓടിയൊളിച്ച തൊഴിലാളികളെ പിടിച്ചു നിർത്താൻ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു അക്കാലത്ത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ രീതി തന്നെ അങ്ങനെ പരിവപ്പെട്ടത് എന്നാണ്. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ അങ്ങനെയാണ് രൂപീകൃതമാകുന്നത്. മലബാറിൽ അപ്പോൾ കർഷക സംഘം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 35-36 കാലത്ത് 34-35-36 കാലത്ത് K കേരളീയന്റെയും വിഷ്ണു ഭാരതിയന്റെയും നേതൃത്വത്തിൽ പിന്നീട് എല്ലാം. കാരണം മലബാറിലെ കർഷക ബന്ധവും ഭൂബന്ധവും തിരുവിതാംകൂറിലെ ഭൂബന്ധവും വ്യത്യസ്തമാണ്. ഈ ചൂഷണം അവസാനിപ്പിക്കാൻ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയാണ്. 2-3 കൊല്ലം കൊണ്ട് തന്നെ VS ഉശിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയായി വളർന്നു. അങ്ങനെയാണ് 1943 കോഴിക്കോട് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ദിവസങ്ങളോളം കടലിൽ പോയി അലഞ്ഞ് മത്സ്യവുമായി വന്നു കഴിഞ്ഞാൽ അധ്വാനിച്ച മത്സ്യത്തൊഴിലാളിക്ക് ഒന്നും കിട്ടിയിരുന്നില്ല. വിപ്ലവകാരികളിൽ ഒരാളാണ് VS. അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തെ വളരെ സജീവമാക്കി നിർത്തിയ വിപ്ലവകാരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ട് അദ്ദേഹം മരണപ്പെടുന്ന 2025 വരെ 85 കൊല്ലക്കാലം അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPIM-ലും അംഗമായി നിലകൊണ്ടു എന്നുള്ളതാണ്. എല്ലാ സമരങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഒരുമിച്ച് കൊടിപിടിച്ച് ഈ കേരളത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് നയിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ